ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്ക കൊണ്ട് മുളൂഷ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമുള്ള ചക്ക അതാ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കണം. അപ്പോൾ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ചക്ക മുളൂഷ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴുള്ളവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. ചെറിയ പിള്ളേരാണെങ്കിൽ കൂട്ടില്ല, തീരെ കൂട്ടില്ല. എന്നാൽ ചക്ക നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ആദ്യം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ ഈ ചക്ക മുളൂഷ്യം നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അധികം നേരമൊന്നും വേണ്ട. എന്താ വെച്ചാൽ തേങ്ങ അരച്ചൊഴിക്കണ്ട, വേറെ ഒന്നും അരച്ചൊഴിക്കണ്ട, മല്ലിയോ ഇതൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഇവിടെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പണ്ടുള്ള ആൾക്കാർക്കാണ് ഈ ചക്ക കൊണ്ടുള്ള കൂടുതൽ വിഭവങ്ങളൊക്കെ ഇഷ്ടമാവുക. അവരൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതൊക്കെ തന്നെ ഈ ചക്ക, പിന്നെ പണ്ടുള്ള വാഴക്കല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നന്നായിട്ട് കൂട്ടും. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇന്ന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണേ. നമ്മുടെ കാലമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ അത്രയും പ്രായം വരെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ അതാ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ടുവച്ചു കേട്ടോ. ചക്കക്കുരുവൊക്കെ ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ചക്കയും ചക്കക്കുരും എല്ലാം കൂട്ടും കേട്ടോ. ചക്കക്കുരുവൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ചക്ക മുളൂഷ്യം വെക്കണത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ അമ്മയ്ക്കും ചേട്ടനും ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. ഇനി ഇത് കഴുകി വാരി നമുക്ക് വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസുമ്മ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ചക്ക അതിലേക്ക് കഴുകി വാരി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇത്തിരി വെള്ളം പോരായുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് മാത്രമേ ഇതിൽ കൂട്ടണ്ടോ കേട്ടോ. അപ്പോൾ ഞാൻ 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. നല്ല ചക്കയായിരുന്നു കേട്ടോ. അത് ഉരുളൻകിഴങ്ങ് പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെന്ത് വന്നപ്പോൾ കടിച്ചിക്കാനൊക്കെ പെട്ടെന്ന് വേവുന്ന ചക്കയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ, അടി പിടിക്കാണ്ട്. അപ്പം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ചക്ക. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ചക്ക നന്നായി ഉടയ്ക്കണം കേട്ടോ. വേവണ ചക്കയാകുമ്പോൾ നന്നായി ഉടയും. അപ്പോൾ ഉടച്ചൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. കറിവേപ്പില അതിലൊന്ന് കിടന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റും രുചിയൊക്കെ കൂടും. 1 മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. സൺഫ്ലവർ ഓയിലോ മറ്റോ ഓയിലൊന്നും ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മുളൂഷ്യത്തിന്. അപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫാക്കാം കേട്ടോ നമുക്ക്. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. എന്നിട്ട് പ്ലേറ്റ് കൊണ്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ കൂട്ടാൻ എടുക്കാം കേട്ടോ. ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഞാനും ഇത് കുറച്ചൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ.
അപ്പോൾ ചക്ക മുള്ളൂഷ്യം റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.